ഇപ്പം അങ്കിൾ 10 വർഷമായിട്ടുണ്ട് ഇത് ആനിമേറ്റർ സ്ഥാനത്ത്. അപ്പം ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കേട്ടു, ഒരു 5 years ബാക്ക്, പ്രീവിയസ്, that you are leaving MCYM due to some reasons. But then you decided to revoke the statement and പിന്നെയും MCYM കൂടെ ചേർന്ന് പിന്നെയും അതിലും ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. സോ അന്ന് ആ പറഞ്ഞതിന്റെ കാരണം എന്തായിരുന്നു അങ്കിൾ? ഇപ്പോൾ 10 വർഷമായപ്പോൾ ഞാൻ MCYM വിടാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ഭോപ്പാൽ റീജിയൻ്റെ പ്രീസ്റ്റ് ഇൻചാർജ് ബഹുമാനപ്പെട്ട റെനി മുണ്ടപ്പള്ളി അച്ഛൻ എന്നോട് പറഞ്ഞു, തൽക്കാലം കുറച്ച് നാളോടെ തുടരാൻ പറഞ്ഞു. മീൻസ് രൂപതയിൽ റീജിയനിൽ ഞാൻ മാറി. അത് റെനിയച്ഛന് അത് പറഞ്ഞതിന് തക്കതായ കാരണമുണ്ട്. അതുകൊണ്ട് ഞാനത് അംഗീകരിച്ചു. രൂപതയിൽ തുടരുന്നു ഇപ്പോഴും. അന്ന് നിയമം ചോദിച്ചതുപോലെ അന്ന് ടോട്ടലി MCYM വിടാനുള്ള കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ അന്നത്തെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ദേവസ്വച്ചനോട് വിളിച്ചു പറഞ്ഞു, വെച്ചാൽ ഞാൻ തൽക്കാലം MCYM ആനിമേറ്ററിന്ന് മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ദേവസ്വച്ചൻ പറഞ്ഞു, അത് ബർണബാസ് പിതാവിനാണ് ആനിമേറ്ററെ ചേഞ്ച് ചെയ്യാനുള്ള അധികാരം. അതുകൊണ്ട് ബർണബാസ് പിതാവിനോട് പറയാൻ പറഞ്ഞു. ഞാൻ ബർണബാസ് പിതാവിനെ വിളിച്ചു. അപ്പോൾ പിതാവ് പറഞ്ഞു, അതിനെന്താ, നമുക്ക് ആലോചിക്കാം, നമുക്ക് കേൾക്കാം, നമുക്ക് ഡൽഹി വരുമ്പം കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത മാസം ഞങ്ങൾ ഡൽഹി പ്രോഗ്രാമിന് പോകുന്നുണ്ട്, അന്നേരം കാണാമെന്ന് പറഞ്ഞു. എപ്പോഴും ഈ മനുഷ്യരുടെ ഈ ചില തീരുമാനങ്ങൾ എടുക്കാൻ, ചില തീരുമാനങ്ങൾ പിൻവലിക്കാനൊക്കെ ചെറിയ നിമിഷം മതി. ജീവിതയാത്രയിൽ പലർക്കുള്ള അനുഭവമാണ്. ഞാൻ ഇത് മനസ്സിലിങ്ങനെ നിശ്ചയിച്ചു, ഇനി MCYUമായിട്ടുള്ള തൽക്കാലം ആനിമേറ്റർ സ്ഥാനത്തുനിന്ന് മാറാം എന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ ഇരുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങള് പൂനെയിലാണ്. പെങ്ങള് മിലിറ്ററിയിലെ നേഴ്സിംഗ് ഓഫീസറായിരുന്നു. പെങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ, ഞാൻ അർജൻറ്റായിട്ട് നാട്ടിൽ പോവാണ് അമ്മയെ കൊണ്ടുവരാൻ വേണ്ടി. അമ്മയ്ക്ക് നല്ല സുഖമില്ല. ഞാൻ ചോദിച്ചു, അമ്മാമ്മ എന്തു പറ്റി? അത് അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ആരംഭമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മമ്മ പോണ്ട, ഞാൻ പോയി അമ്മയെ കൊണ്ടുവരാം. ഞാൻ നാട്ടിൽ ചെന്ന് ഞാൻ തിരക്കിയപ്പോൾ ആകെപ്പാടെ വലിയ അസ്വസ്ഥതയുള്ള കാര്യമാണ്. അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ ആരംഭമാണ്. പരിചയമുള്ള ഡോക്ടറോട് ചോദിച്ചു, ഇനിയും കണ്ടിന്യൂ കീമോയൊക്കെ തുടരണം. മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്തു എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഒക്കെ ബാക്കി ദൈവത്തിൻ്റെ കാര്യം. അതോടൊപ്പം തന്നെ MCYM ഗ്രൂപ്പിൽ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ആർക്കെങ്കിലും എന്ത് അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒരുപാട് യുവജനങ്ങൾ, ഡയറക്ടർ അച്ഛന്മാർ, ആനിമേറ്റേഴ്സ്, അസിസ്റ്റ്, ഇവരൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് വലിയൊരു പവറാണ്. പിന്നെ കുഞ്ഞുങ്ങൾ പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അമ്മയും കൊണ്ട് പൂനെക്ക് പോയി. ഞങ്ങളുടെ ഫ്ലൈറ്റ് ചെന്നൈ വഴിയാണ്. ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിൽ ഞാനും അമ്മ ഇങ്ങനെ ഇരിക്കുക. അമ്മയ്ക്ക് തണുപ്പ് ഒട്ടും വയ്യ. അപ്പോൾ അമ്മ എന്നോട് ചേർത്തിരുന്നുണ്ട്. ഒരു ഷാളും അമ്മ പുതച്ചിട്ടുണ്ട്. ഒരു ഫോൺ വരുന്നുണ്ട്. അപ്പം ഒരു ഫോൺ വന്നു. അപ്പോൾ ഫോൺ വന്നപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ഈ വലിയ മൊബൈൽ, ആൻഡ്രോയിഡ് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ചെറിയൊരു മൊബൈലുണ്ട്, രണ്ടും ഉണ്ട്. ഈ ചെറിയ മൊബൈലിലാണ് ഈ മോഡ ഫോൺ വരുന്നത്. അതുകൊണ്ട് ആരാ വിളിക്കുന്നത്, എവിടുന്നാണ് വിളിക്കുന്നത് അറിയാൻ പറ്റിയില്ല. ഞാൻ ഫോൺ എടുത്തപ്പോൾ മലയാളം ശരിക്കും അറിയത്തില്ല. ആ മോള് ചോദിച്ചത്, അങ്കിളിൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ അമ്മയും കൊണ്ട് പൂനെക്ക് പോവാണ്. ഞാനിപ്പോൾ ചെന്നൈ എയർപോർട്ടിലായിരിക്കുന്നത്. അങ്കിളെ പേടിക്കേണ്ട അങ്കിളെ, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞു. താങ്ക് യു മോളെ. അങ്കിളെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ശരി മോളെ, ആയിക്കോട്ടെ. ഈ മോള് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, കർത്താവേ, എൻ്റെ ഷാജി അങ്കിളിൻ്റെ അമ്മയ്ക്ക് ഒന്നും വരുത്തരുതേ. എനിക്ക് ഈ മോളുടെ സ്റ്റാർട്ടിങ് കേട്ടപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഈ കുഞ്ഞ് ഈ മോൾ ഏതാ, ഇവളെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആ സമയത്ത് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോഴേ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടു പോകുന്നതിന് അപ്പുറമായിട്ട് ഞാൻ ചിന്തിച്ചത്, ഈ കുഞ്ഞ് ആരാ? ഇവളങ്ങോട്ട് പ്രാർത്ഥിക്കുക ഇത്ര ആത്മാർത്ഥമായിട്ട്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുക, എൻ്റെ മോള് പോലും ഒരുപക്ഷെ എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നില്ല. അത്രമാത്രം ആ കുഞ്ഞിൻ്റെ ഒരു പ്രാർത്ഥന, ഞങ്ങളുടെ ഷാജിയങ്ങളുടെ അമ്മയെ കാത്തോണേ എന്ന് പറഞ്ഞു. ഞാനത് വാക്കുകൾ പറയാൻ പറ്റത്തില്ല. എനിക്കങ്ങ് കരച്ചിൽ വന്നു പോയി. അപ്പോൾ എൻ്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് അമ്മ ചോദിച്ചു, മോനെ എന്തോ പറ്റി? ഞാൻ പറഞ്ഞു, അമ്മേ, ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കുവാന്ന് പറഞ്ഞു. ഇത്രമാത്രം ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ഇപ്പോഴും, ആ മോടെ പ്രാർത്ഥനയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ ഈ മോടെ പ്രാർത്ഥന കഴിഞ്ഞ് അല്പനേരം ഞാനിങ്ങനെ ശാന്തനായിട്ടിരുന്നു. ഈ MCYM നിന്ന് ഇട്ടിട്ട് പോകുന്നത് ആ സമയത്ത് ഞാൻ അതങ്ങ് വിഡ്രോ ചെയ്തു. തൽക്കാലം ആ തീരുമാനം ഞാൻ പിൻവലിച്ചു. ആ ഒറ്റ മോടെ ഒരു പ്രാർത്ഥന. തീർച്ചയായിട്ടും ഞാൻ പൂനെക്ക് പോയി. അമ്മയ്ക്ക് നീഡിൽ ബയോപ്സി നടത്തിയപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണമൊന്നുമില്ല.
എന്നാലും അമ്മയുടെ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു ബ്രസ്റ്റിൻ്റെ സൈഡിൽ, അത് സർജറി ചെയ്തു. അമ്മ ഇപ്പോഴും വർഷങ്ങളായി ഇപ്പോഴും അമ്മ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ എൻ്റെ ചിന്ത മൊത്തം ഈ കുഞ്ഞ് ആരായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് മൊബൈലായതുകൊണ്ട് അതിൽ നമ്പർ സേവ് ആകത്തില്ല അങ്ങനെ ഒരുപാട്. എനിക്ക് സംശയമുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ച്, ഇപ്പോൾ ഈ കേൾക്കുന്നവർക്ക് പലരും തോന്നും ഇതിനായിരുന്നോ ഷാജിയെങ്കിൽ വിളിച്ചതെന്ന്. മോളെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞു. അങ്കിളെ ഞാൻ വിളിച്ചില്ലല്ലോ. ഞാൻ കുറേയേറെ ട്രൈ ചെയ്തു. എനിക്ക് പരിചയമുള്ള യൂത്തിനെയൊക്കെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇതുവരെ മനസ്സിലാകാൻ പറ്റിയില്ല ആരാണെന്ന്. ആരായാലും അന്ന് എനിക്ക് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അതുമാത്രമല്ല എന്നെ ആ തീരുമാനത്തിൽ നിന്ന് എന്നെ പിന്നോട്ട് മാറ്റാൻ ആ മോടെ ഒറ്റ ഒരു മോടെ പ്രാർത്ഥനയാണ്. ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ മോക്ക് ഒത്തിരി നന്ദി. ഇനിയും മോള് വെളിപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കുറേ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യമാണ്. നീമ, അതാണ് അന്ന് എൻ്റെ ആ വലിയ തീരുമാനം ഞാൻ പുറകോട്ട് മാറാൻ കാര്യം. ബർണബാസ് പിതാവ് എന്നെ കണ്ടപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് മണി പിതാവിനോട് പറഞ്ഞു. പിതാവ് ഭയങ്കരമായിട്ട് എന്നോട് പറഞ്ഞു, ഈ പള്ളികളിലൊക്കെ ഈ സാക്ഷ്യം പറയണം, ദൈവത്തിൻ്റെ ഇടപെടൽ. ബർണബാസ് പിതാവിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? നമ്മൾ ഈ ഏതെങ്കിലും പള്ളിയിലെ സ്ഥാനമാനങ്ങൾ, ട്രസ്റ്റിയോ സെക്രട്ടറിയോ MCIമിലോ എവിടെയെങ്കിലും വന്നാൽ ഇതെല്ലാം പിതാവ് എപ്പോഴും പറയും ഇത് ദൈവനിയോഗമാണ്. ഒരു പക്ഷേ പലരും സ്ഥാനമാനങ്ങൾ എടുക്കുമ്പോഴേ ഈ ഇടവകക്കാരൊക്കെ ഫോഴ്സ് ചെയ്ത് ഏൽപ്പിക്കുമായിരിക്കും, ചിലർ സ്വയം ഏറ്റെടുക്കുമായിരിക്കും. ഇതെല്ലാം ഒരു ദൈവനിയോഗമാണ്. എനിവേ ഇതാണ് അന്ന് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു കാരണം.